വിശുദ്ധ ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് മരിയ ബേബി. ഇതെൻ്റെ ഹസ്ബൻഡ് എബിൻ. ഞങ്ങളുടെ മോൻ എസ്ഡൻ ജോൺ എബിൻ. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2022 ജൂലൈ 21 ഉടമ്പടി എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് 2019 ഓഗസ്റ്റ് 21. അത് കഴിഞ്ഞ് ഒക്ടോബറിൽ തന്നെ ഇദ്ദേഹം കാനഡയിലോട്ട് ജോലി ആവശ്യത്തിനായിട്ട് പോവുകയും പലതവണ ട്രൈ ചെയ്തിട്ടും എൻ്റെ ഒരു പേപ്പർ വർക്കും നീങ്ങുന്നില്ല എന്നൊരവസ്ഥ വരികയും ചെയ്തു. 3 പ്രാവശ്യം റിജക്ഷൻ വന്നു. അതിൻ്റെ ഇടയ്ക്ക് കൊറോണ, ഉക്രൈൻ ഇഷ്യൂസൊക്കെ കാരണം അവിടേക്കുള്ള ഇമിഗ്രേഷനൊക്കെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം. ഇദ്ദേഹമാണെങ്കിൽ അവിടെ ലേ ഓഫിലിരിക്കുന്നൊരു സാഹചര്യം. അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ 3 വർഷമായിട്ട് നാട്ടിലേക്ക് വരാനും പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ പേപ്പർ വർക്കൊന്നും നടക്കുന്നുമില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇതുകൂടി ഒരു വഴി എന്നുള്ള രീതിയിൽ വന്ന് ഉടമ്പടി എടുത്തതാണ്. ഇവിടെ ഉടമ്പടി എടുത്ത് കൃത്യമായിട്ട് ഞാൻ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുകയും വിശുദ്ധ തൈലം വെച്ച് പാസ്പോർട്ടിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ എന്നെക്കൊണ്ടാവുന്ന പോലെ കാരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്യുമായിരുന്നു. ആ ഒരു 90 ദിവസം ഭയങ്കര ഒരു അത്ഭുതം തന്നെയായിരുന്നു. അതുവരെ നീങ്ങാതിരുന്ന പേപ്പർ വർക്കുകളെല്ലാം വളരെ സ്പീഡിൽ നീങ്ങുന്നു. അദ്ദേഹത്തിനും എനിക്കും ഒരുമിച്ച് PR ആവുന്നു. 3 വർഷമായിട്ട് അദ്ദേഹത്തിന് ഒന്ന് നാട്ടിലേക്ക് വരാൻ പോലും സാധിക്കുന്നുണ്ടായിരുന്നില്ല. PR-ഓടുകൂടി അദ്ദേഹം നാട്ടിലേക്ക് വരികയും ഞങ്ങൾ ഒരുമിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞ ഉടനെ അദ്ദേഹം പോയി. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ ജീവിച്ചിട്ടില്ല. എങ്കിൽ പോലും എനിക്കൊരു PCOD ഇഷ്യൂ ആ സമയത്ത് സ്ഥിരീകരിച്ചു. ഞാൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ആ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു, ഹസ്ബൻഡ് എന്തെങ്കിലും നാട്ടിൽ വരുമ്പോൾ ആളെയും കൊണ്ടുവരണം. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിനെയും കൊണ്ട് ഡോക്ടറെ കണ്ടു. അങ്കമാലിയിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഗൈനിക്കിനെയാണ് ഞാൻ കണ്ടത്. എനിക്ക് PCODയും അദ്ദേഹത്തിന് ചെറിയ കൗണ്ടിലെ വേരിയേഷനൊക്കെ കാരണം ഞങ്ങൾക്ക് നോർമലായിട്ട് ഒരു കുട്ടി ഉണ്ടാകില്ല, ഞാൻ നോർമലായിട്ട് ഗർഭധാരണം നടത്തില്ല എന്നാണ് അന്ന് ആ ഡോക്ടർ വിധി എഴുതിയത്. പക്ഷേ അത് കഴിഞ്ഞ് ഉടനെ എനിക്കിപ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് പോവാൻ സാധിച്ചു. ഞങ്ങൾ പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടാണ് പോയത്. ഉടമ്പടി പുതുക്കി ഞാൻ അവിടെ ചെന്ന് പിന്നെ തീവ്രമായിട്ട് പ്രാർത്ഥനയിലായിരുന്നു. ഒരു മകനെ, ഒരു കുഞ്ഞുണ്ടായി കാണണം, എനിക്കൊരു കുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാനൊരു ഉദരത്തിൽ വിശുദ്ധ തൈലം വെച്ച് കുരിശടയാളം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ലോക്കറ്റ് ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെക്കൊണ്ടാവുന്ന കാരുണ്യപ്രവൃത്തികൾ ഞാൻ ഇവിടെ അനാഥാലയങ്ങളും ഓൾഡ് ഏജ് ഹോമുകളിലൊക്കെ എന്നെക്കൊണ്ടാവുന്ന പോലെ ഞാൻ സഹായങ്ങൾ ചെയ്യുമായിരുന്നു. അവർക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ കണ്ടെത്തി ചെയ്യുമായിരുന്നു. അങ്ങനെ ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് തിരുക്കുമാരൻ വഴി ഏറ്റവും ആരോഗ്യവാനായ ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്ന്, വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാതെ തന്ന് ദൈവം അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ സാക്ഷ്യം. മാതാവേ നന്ദി, യേശുവേ നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം